ഈ രാഷ്ട്രീയ അതിപ്രസരത്വം കൊണ്ട് നരേന്ദ്രമോദി നടപ്പാക്കുന്ന പദ്ധതികളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കേരളത്തിലെ ജനങ്ങൾ മടിച്ചു നിൽക്കുന്നു. ഏത് ഗവൺമെൻറ് വന്നാലും നടപ്പാക്കുന്ന പദ്ധതികളിൽ രാഷ്ട്രീയവും ജാതിയും മതവും കടന്നു വരും. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയിൽ ജാതിയും മതവും രാഷ്ട്രീയവും കടന്നിട്ടില്ല. ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദി വന്നതിന് ശേഷം മാത്രമാണ് കേന്ദ്ര ഗവൺമെൻറ് സഹായം അത് ഇടനിലക്കാരനില്ലാതെ സാധാരണക്കാരുടെ കൈകളിൽ. കേരളത്തിലെ നിരന്തരമായ രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമായി കേരളത്തിലെ ജനങ്ങളെ കമ്മ്യൂണിസ്റ്റ് എന്നും കോൺഗ്രസ് എന്നും BJP എന്നും വേർതിരിച്ച് നിർത്തിയിരിക്കുകയാണ്. നമ്മളെ ജീവിതവും നമ്മളെ കുടുംബത്തിൻ്റെ ഭാവിയുമാണ് പ്രഥമ പരിഗണന എന്ന് കേരളത്തിലെ ജനങ്ങൾ ചിന്തിച്ചാൽ നരേന്ദ്രമോദി സർക്കാരിനെ ജനങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. നമസ്കാരം. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP കൈവരിച്ചത് വലിയ നേട്ടമാണ്. ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വരുന്ന കാലങ്ങളിലും BJP ഏത് രീതിയിലുള്ള നേട്ടമായിരിക്കും കേരളത്തിൽ കൊയ്യാൻ വേണ്ടി പോകുന്നത്? അതുകൂടാതെ BJPയുടെ രാഷ്ട്രീയ ഭാവി ഇനി എന്തായിരിക്കും? ഈ ഒരു വിഷയത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് BJPയുടെ സംസ്ഥാന സമിതി അംഗമായ ശ്രീ എരുത്താവൂർ ചന്ദ്രൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായതിനേക്കാൾ വലിയ നേട്ടം ഉണ്ടാകുമെന്നാണ് BJP പ്രതീക്ഷിക്കുന്നത്. അതിന് കാരണം ഒന്ന്, കഴിഞ്ഞ 10 വർഷമായി തുടരുന്ന LDF ഭരണത്തിൻ്റെ പോരായ്മകൾ. 2, ഇന്ത്യയിലെ കോൺഗ്രസ് ഇന്ന് ദുർബലമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. 3, നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യയിൽ നടപ്പാക്കുന്ന പദ്ധതികൾ രാഷ്ട്രീയ വിവേചനമില്ല, ജാതി മത വിവേചനമില്ല. ആ പദ്ധതികളുടെ പ്രയോജനം ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ BJPക്ക് ലഭിച്ചു. പക്ഷെ കേരളത്തിൽ ഈ രാഷ്ട്രീയ അതിപ്രസരത്വം കൊണ്ട് നരേന്ദ്രമോദി നടപ്പാക്കുന്ന പദ്ധതികളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കേരളത്തിലെ ജനങ്ങൾ മടിച്ചു നിൽക്കുന്നു. സമീപകാലത്തായി അനുഭവത്തിലൂടെ കേരളത്തിലെ ജനങ്ങൾ നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്ന പദ്ധതികളെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. വലിയൊരു ഭാഗം ജനങ്ങളുടെ ഇടയിലും നരേന്ദ്രമോദി സർക്കാരിനെ അനുകൂലിക്കുന്ന ഒരു കേരള സർക്കാർ ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ട്. വലിയ സ്വാധീനം കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ നരേന്ദ്രമോദി സർക്കാരിനുണ്ട്. കാരണം ഏത് ഗവൺമെൻറ് വന്നാലും നടപ്പാക്കുന്ന പദ്ധതികളിൽ രാഷ്ട്രീയവും ജാതിയും മതവും കടന്നു വരും. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയിൽ ജാതിയും മതവും രാഷ്ട്രീയവും കടന്നിട്ടില്ല. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അത് പ്രതിഫലിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ സാമാന്യം നല്ല ജനസംഖ്യ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമുണ്ട്. പക്ഷേ ആ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളിൽ വലിയൊരു ഭാഗത്തിന് നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേട്ടം ലഭിക്കുന്നുണ്ട്. ഇതാണ് കിസാൻ സമ്മാൻ നിധി. ആ കിസാൻ സമ്മാൻ നിധി നടപ്പാക്കുമ്പോൾ ഒരു പ്രതിവർഷം 6000 രൂപ കർഷകന് കിട്ടുകയാണ്. അത് കർഷകൻ്റെ അക്കൗണ്ടിലെത്തുകയാണ്. അത് ഹിന്ദുക്കൾക്ക് മാത്രമല്ല കൊടുക്കുന്നത്, ക്രിസ്ത്യാനിക്ക് മുസൽമാനും കിട്ടും. അതുപോലെ തന്നെ പെൻഷൻ പദ്ധതികൾ, ഇൻഷുറൻസ് പദ്ധതികൾ, റേഷൻ കട വഴി സൗജന്യ റേഷൻ, അത് ജാതി മത വിവേചനമില്ലാതെ എല്ലാവർക്കും കിട്ടും. അതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല. ഇത് വാങ്ങി അനുഭവിക്കുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ. ഒരു കുടുംബത്തിന് നരേന്ദ്രമോദിയുടെ പദ്ധതികൾ ഏകദേശം കിട്ടിയ ഒരു കുടുംബത്തിന് കണക്കാക്കി നോക്കിയാൽ ഒരു 10 ലക്ഷത്തിലധികം രൂപയുടെ ആനുകൂല്യം ഒരു കുടുംബത്തിന് ലഭിക്കും. കാരണം 5 വർഷം ഈ 5 ലക്ഷം രൂപ ചികിത്സാ സഹായം ലഭിക്കുന്ന ആയുഷ്മാൻ പദ്ധതി ഒരു കുടുംബത്തിൽ ഒരാളിന് കിട്ടിയാൽ, ആ കുടുംബത്തിന് നരേന്ദ്രമോദി പദ്ധതി പ്രകാരം ഒരു വീട് കിട്ടിയാൽ 5 × 4 9 ലക്ഷം രൂപയായി. അവിടെ ഒരു പെൻഷൻ ഉണ്ടെങ്കിൽ അവിടെ കിസാൻ സമ്മാൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ആനുകൂല്യം,
അവിടെ സുകന്യാ സമൃദ്ധി യോജന പ്രകാരമുള്ള സഹായം, വിള ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഉൾപ്പെടും. ഒരു ശരാശരി കുടുംബത്തിന് നരേന്ദ്രമോദിയുടെ പദ്ധതികൾ ഒരു കുടുംബത്തിന് അപേക്ഷ കൊടുത്ത് ലഭ്യമാകുന്നത് 10 ലക്ഷത്തിലധികം രൂപയ്ക്കാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ 1947 മുതൽ ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദി വന്നതിന് ശേഷം മാത്രമാണ് കേന്ദ്ര ഗവൺമെൻറ് സഹായം അത് ഇടനിലക്കാരനില്ലാതെ സാധാരണക്കാരൻ്റെ കൈകളിലെത്തുന്നത്. അതുപോലെ തന്നെ നരേന്ദ്രമോദി സർക്കാർ നിയമനങ്ങളെല്ലാം സുതാര്യമാക്കി. നമുക്കറിയാം, പട്ടാളത്തിൽ ഇക്കാലം അത്രയും പട്ടാളത്തിലെ നിയമനം സ്വകാര്യ റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾ അവർ പട്ടാളത്തെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് റിക്രൂട്ട്മെൻറ്റ് ചെയ്യായിരുന്നു. ആ ഏജൻസികളെല്ലാം ഇപ്പോൾ വളരെ ദേഷ്യത്തിലാണ്. കാരണം അവർക്കിപ്പോൾ യഥാർത്ഥ ഉദ്യോഗാർത്ഥിയെ പരിശീലിപ്പിച്ച് അവരെ ട്രെയിനിങ്ങിൽ പങ്കെടുപ്പിച്ച് ആ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ജോലി പട്ടാളത്തിൽ കിട്ടും. അപ്പോൾ പട്ടാളത്തിൽ ഇന്ന് നിയമനം സുതാര്യമായി. 2 റെയിൽവേയിൽ ഇപ്പോൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അപേക്ഷിക്കുന്ന ആളിനെ ആ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അറിയാം. സംവരണത്തിൻ്റെയും മാർക്കിൻ്റെയും അടിസ്ഥാനത്തിൽ ജോലി കിട്ടുമോ ഇല്ലയോ എന്ന് അവർക്കറിയാൻ പറ്റും. യാതൊരു ഇടപെടലുമില്ല. 3 പോസ്റ്റ് ഓഫീസ് കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ്. അവിടെ അപേക്ഷിക്കുന്ന ആളിന് അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ജോലി ലഭിക്കുന്നു. ഇങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങളെല്ലാം അവിടുത്തെ നിയമനങ്ങൾ സുതാര്യമായി. 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത്, അഴിമതി കൊടികുത്തി വാഴുന്ന ഒരു രാജ്യത്ത് ഇത് ഒരു വലിയ അത്ഭുതമാണ്. ഇങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് നിയമനങ്ങൾ സുതാര്യമാക്കിയെന്ന വസ്തുത പലരും അറിയുന്നില്ല. കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷനും കേരള സർക്കാരിൻ്റെ നിയമന നടപടികളൊക്കെ നോക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ ഈ നടപടി യുവതീ-യുവാക്കളിൽ വലിയ മതിപ്പുണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിൽ പ്രതിഫലിക്കുമെന്നാണ് പറയുന്നത്. ഈ നടപടികൾ വിദ്യാഭ്യാസവും വിവേകവുമുള്ള ചെറുപ്പക്കാരിലും സാധാരണക്കാരിലും പ്രതിഫലിക്കും. പക്ഷെ നിർഭാഗ്യവശാൽ കേരളത്തിലെ നിരന്തരമായ രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമായി കേരളത്തിലെ ജനങ്ങളെ കമ്മ്യൂണിസ്റ്റ് എന്നും കോൺഗ്രസ് എന്നും BJP എന്നും വേർതിരിച്ച് നിർത്തിയിരിക്കുകയാണ്. അവർക്ക് മറ്റൊന്നിനേക്കാൾ വലുത്, സ്വന്തം ജീവിതത്തേക്കാൾ വലുത് സ്വന്തം രാഷ്ട്രീയമാണെന്ന ബോധം കേരളത്തിലെ ഒരുപാട് ദോഷങ്ങളുണ്ടാക്കുന്നു. രാഷ്ട്രീയം വേണം, രാഷ്ട്രമാണ് ആദ്യം, രണ്ടാമത് രാഷ്ട്രീയം പാടുള്ളൂ. നമ്മളെ ജീവിതവും നമ്മളെ കുടുംബത്തിൻ്റെ ഭാവിയുമാണ് പ്രഥമ പരിഗണന എന്ന് കേരളത്തിലെ ജനങ്ങൾ ചിന്തിച്ചാൽ നരേന്ദ്രമോദി സർക്കാരിനെ ജനങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കും. അത് ഇപ്പോൾ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് ജയിക്കാനുള്ളൊരു സാധ്യത രൂപപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസിൻ്റെ CPM-ൻ്റെയും എല്ലാം വോട്ടർമാരുടെ ഇടയിൽ ഒരു ഐക്യം ഉണ്ടാകും. കാരണം BJP എന്തോ വലിയ അപകടകാരിയായ ശക്തിയാണ്. BJP വന്നാൽ രാജ്യം തകർന്നു പോകും. BJP വന്നാൽ മുസ്ലിങ്ങൾ പുറത്തു പോകേണ്ടി വരും. BJP വന്നാൽ ക്രിസ്ത്യാനികൾക്ക് അപകടമാണ്, അവരുടെ പ്രാർത്ഥനാ സൗകര്യങ്ങൾ തടസ്സപ്പെടും എന്ന പ്രചാരവേല നിരപരാധികളായ ഒട്ടേറെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇപ്പോഴും അവരുടെ മനസ്സിൽ കയറിപ്പറ്റിയിട്ടുണ്ട്. അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ നരേന്ദ്രമോദി നടപ്പാക്കുന്ന പദ്ധതികളൊന്നും നമ്മളെ ജനങ്ങളുടെ ഇടയിൽ അത് പ്രതിഫലിക്കാതിരിക്കാൻ ബോധപൂർവ്വം ശ്രമിക്കുന്നു. നിരന്തരമായ രാഷ്ട്രീയ വിദ്യാഭ്യാസം, ഏത് പദ്ധതി വന്നാലും അത് നരേന്ദ്രമോദിക്കെതിരായി എങ്ങനെ മാറ്റാമെന്നാണ്. ഇപ്പോൾ ഏറ്റവും അവസാനമായി മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി, അതിൻ്റെ പേരൊന്ന് മാറ്റി. അത് സാധാരണ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടികൾ ചെയ്യുന്നതാണ്. കേന്ദ്രത്തിൽ ഏകദേശം കോൺഗ്രസ് ഭരണകാലത്ത് ഇന്ദിരാഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും രാജീവ് ഗാന്ധിയുടെയൊക്കെ പേരിലാണ് കേന്ദ്ര പദ്ധതികൾ. അപ്പം നരേന്ദ്രമോദി സർക്കാർ ഇപ്പം റാംജി എന്ന നിലയ്ക്ക് പേര് മാറ്റിയപ്പോൾ CPM വലിയ പ്രക്ഷോഭത്തിലാണ്.
കാരണം ആ പേര് മാറ്റി ആ പദ്ധതിയിൽ വന്ന മാറ്റം അവരറിയുന്നില്ല. ഇവിടെ തൊഴിലുറപ്പ് തൊഴിലാളിക്ക് 100 ദിവസമാണ് ജോലി കൊടുത്തുകൊണ്ടിരുന്നത്. അത് 125 ദിവസമായി മാറി. എന്നാൽ 25 ദിവസത്തെ വേതന വർധനവ് ഏകദേശം 7,500 10,000 രൂപയ്ക്കകത്ത് ഒരു തൊഴിലാളിക്ക് അധികം ലഭിക്കാൻ പോവുകയാണ്. എന്ന് മാത്രമല്ല, ആ പദ്ധതി കൊണ്ടുവന്ന പരിഷ്കാരങ്ങളെല്ലാം ഈ തൊഴിലാളിക്ക് അനുകൂലമാണ്. ഈ സാധാരണ നിരക്ഷരായ തൊഴിലാളികൾ, അയ്യോ നരേന്ദ്രമോദി പദ്ധതിയുടെ പേര് മാറ്റി, മഹാത്മാഗാന്ധിയുടെ പേരെടുത്ത് കളഞ്ഞു, ഗാന്ധി നിന്നെയാണ് കാണിക്കുന്നത്, ഇതാ തൊഴിലുറപ്പ് പദ്ധതി ഇവർ നിർത്താൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഈ പാവങ്ങൾ ഇറങ്ങിത്തിരിക്കും. അവരിപ്പോൾ സമരത്തിലേക്ക് പോകാൻ പോവുകയാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ വസ്തുതകൾ തൊഴിലാളി മനസ്സിലാക്കാൻ അവസരം കൊടുക്കുന്നില്ല. വളരെ ബോധപൂർവമായ രാഷ്ട്രീയ പ്രചരണം CPM നടത്തുന്ന നിമിത്തം നരേന്ദ്രമോദിക്ക് അനുകൂലമായി ചിന്തിക്കേണ്ട ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു. ആ തെറ്റിദ്ധാരണ നമ്മുടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഇതിന് മാറ്റം വരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഒന്ന് BJPയുടെ ഭാഗത്തുനിന്ന് ശക്തമായ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള പ്രചരണ ക്യാമ്പയിനുകൾ വേണ്ടത്ര ഫലിക്കുന്നില്ല എന്നുള്ള കാര്യം ഞാനൊരു സ്വയം വിമർശനമായി അംഗീകരിക്കുകയാണ് BJPക്കാരെന്ന നിലയ്ക്ക്. പക്ഷേ ഇതൊക്കെയായാലും വസ്തുതകൾ മനസ്സിലാക്കുന്ന ആളുകളുണ്ട്. BJPക്കാരനായ എനിക്കും അല്ലെങ്കിൽ BJP പ്രവർത്തകർക്ക് മനസ്സിലാത്ത കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ജനങ്ങൾ നരേന്ദ്രമോദിയുടെ പദ്ധതിയെ സംബന്ധിച്ച് അനുഭവിക്കുന്നവർ, ഇപ്പോൾ കേന്ദ്ര റെയിൽവേയിൽ അപേക്ഷ കൊടുത്തവർ, പോസ്റ്റ് ഓഫീസിൽ അപേക്ഷ കൊടുത്തവർ, പട്ടാളത്തിൽ ചേരാൻ പോയവർ, അതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിന് ചികിത്സാ പദ്ധതികളുടെ ഗുണം ലഭിച്ചവർ, അവരെല്ലാം ഇങ്ങോട്ട് പറയാണ്, നിങ്ങളറിയാതെ നിങ്ങളുടെ സർക്കാർ, നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേട്ടങ്ങൾ ഞങ്ങൾ അനുഭവിച്ചു, അതുകൊണ്ട് ഞങ്ങൾ നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടാണ് BJP വേണ്ടത്ര സീറ്റുകൾ ലഭിക്കാത്തതിനെ സംബന്ധിച്ച് സ്വയം വിമർശനപരമായി പരിശോധിക്കപ്പെടണമെന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് എനിക്ക് മാധ്യമങ്ങളോട് പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. അത് മാധ്യമങ്ങളോട് പറയാൻ പറ്റില്ല. അത് എനിക്ക് എൻ്റെ പാർട്ടി നേതൃത്വത്തെ ശ്രദ്ധയിൽപ്പെടും. കാരണം ജനങ്ങളെ ഇത് ബോധ്യപ്പെടുത്തണമെങ്കിൽ അതിനാവശ്യമായ പ്രചരണ രീതികളും അതിനാവശ്യമായ പ്രവർത്തന ശൈലികളും ഒക്കെ ഉണ്ടാകണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷെ നിർഭാഗ്യവശാൽ അത് വേണ്ടത്ര വരുന്നില്ല എന്നുള്ള പരിമിതിയുണ്ട്. നന്നായി കേരളത്തിലെ മനസ്സിലായിക്കൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയം കൈകാര്യം ചെയ്താൽ കേരളത്തിൽ BJPക്ക് വലിയ സാധ്യതയാണ്. ഇന്ന് ഒരു സീറ്റ് പോലും നിയമസഭയിലില്ല. പക്ഷേ 10-40 സീറ്റുകൾ ജയിക്കാനുള്ള സാധ്യത ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. ആ സാധ്യതയെ ഉപയോഗപ്പെടുത്തേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ ജനങ്ങൾക്ക് സ്വീകാര്യമായ, ജനങ്ങളുടെ മനസ്സിൽ സ്വാധീനമുള്ള ആളുകളെ സ്ഥാനാർത്ഥിയാക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് നല്ല വിജയം നേടാൻ പറ്റും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അഭിമാനിക്കാൻ കഴിയുന്ന വിജയമാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഏറ്റവും പ്രധാനം തിരുവനന്തപുരം കോർപ്പറേഷൻ, കേരളത്തിൻ്റെ തലസ്ഥാനം എന്നാണ് തിരുവനന്തപുരം നഗരം. ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വത്തിലുള്ള NDA ആണ് ഭരിക്കുന്നത്. അത് ചില്ലറ സന്തോഷമല്ല ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ പ്രതീക്ഷിച്ചത്ര ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ബ്ലോക്കിലും ജില്ലാ പഞ്ചായത്തും ഒന്നും ഭാരതീയ ജനതാ പാർട്ടിക്ക് വിജയിച്ചു വരാൻ കഴിഞ്ഞോ ഇല്ല. കഴിഞ്ഞ കാലങ്ങളെക്കാൾ കൂടുതൽ പഞ്ചായത്തുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് പോരാ. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും രണ്ടും രണ്ടാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങൾ വിലയിരുത്തും. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം, സംസ്ഥാന ഗവൺമെൻറ് പ്രവർത്തനം. പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ പ്രവർത്തനമാണ്. അതിൽ പല സ്ഥലത്തും കോൺഗ്രസും CPM കൂടെ ധാരണയുണ്ടായിട്ടുണ്ട്. അത് പരസ്പരം ആരോപിക്കുന്നത് BJPയുമായി ധാരണയെന്നാണ്. അല്ല, കോൺഗ്രസും CPM ധാരണയുണ്ടായിപ്പോലും കേരളത്തിൽ എടുത്തു പറയാൻ കഴിയുന്ന നേട്ടമാണ് കോർപ്പറേഷൻ്റെ വിജയം. ഇപ്പം ഞാൻ താമസിക്കുന്ന മാറനല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യമാണ് ഭരിച്ചിരുന്നത്. ഇപ്പോൾ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം NDAക്ക് കിട്ടി. അപ്പോൾ അങ്ങനെ നല്ല നേട്ടങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ അഭിമാനിക്കാനുള്ള വകയുള്ള മൊത്തത്തിലാകെയുള്ള നേട്ടം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ അതിന് പരിമിതിയുണ്ട്. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വിജയം ചില്ലറ നേട്ടമല്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരിക്കുക എന്ന് പറഞ്ഞാൽ കേരളം BJP ഭരിക്കുന്നതിന് സമാനം പോലെയാണ്.
ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനെ പോലെ അധികാരമുള്ള ഒരു പ്രാദേശിക സർക്കാരാണ് തിരുവനന്തപുരം നഗരം. ആ തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നിരിക്കുന്നു. അതിൻ്റെ ഒരു ഗുണം ഒരു മാതൃകാ തലസ്ഥാനമാക്കി നഗരമാക്കി തിരുവനന്തപുരത്തിനെ മാറ്റും. അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അമിത്ഷാ വന്നു കഴിഞ്ഞു. അടുത്തത് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി താമസിയാതെ എത്തും. അവരുടെ എല്ലാം സഹായത്തോടു കൂടി നൂതനങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ച് ഒരു നഗരം എങ്ങനെ ഭരിക്കണമെന്ന് സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തും. അത് വലിയ സ്വാധീനം ഉണ്ടാകും. ഇപ്പോൾ ഉദാഹരണം ഗുജറാത്തിലെ ഭരണമാണ് ഇന്ത്യയിൽ BJPക്ക് വളർച്ചയുണ്ടാക്കിയത്, സാഹചര്യം ഉണ്ടാക്കിയത്. കണ്ടോ ഗുജറാത്ത് കണ്ടോ? അതുപോലെ നാളെ തിരുവനന്തപുരം കണ്ടോ? തിരുവനന്തപുരത്ത് BJPക്കാരൻ്റെ കൈകളിൽ ഒരു ഗ്രാമപഞ്ചായത്തോ ഒരു നഗരസഭയോ ലഭിച്ചാൽ എങ്ങനെ ഭരിക്കുമെന്ന് മാതൃകാപരമായി തെളിയിക്കാൻ പോകണം. അതിന് ഏറ്റവും അനുയോജ്യനായ, ജനങ്ങളോട് നല്ല രീതിയിൽ ഇടപഴകാൻ കഴിയുന്ന, രാഷ്ട്രീയമായ പക്വതയുള്ള ഒരു മേയറെയാണ്, ഒരു ഡെപ്യൂട്ടി മേയറെയാണ് BJP നിയോഗിച്ചിട്ടുള്ളത്. ശ്രീ VV രാജേഷ് ഇപ്പോൾ തന്നെ വളരെയധികം ജനശ്രദ്ധ പിടിച്ചു വെച്ചു കഴിഞ്ഞു. കാരണം ഒരു വിവാദങ്ങളിലൊന്നും പെടാതെ വളരെ മാന്യമായ പക്വതയുള്ള ഒരു BJPക്കാരൻ ഇങ്ങനെ ആകുമോ കഴിയുമോ എന്നൊക്കെ സംശയമുള്ളവരുണ്ട്. പക്ഷേ BJPക്കാരൻ അങ്ങനെ ആകാൻ കഴിയും. ഒരു BJPക്കാരൻ വളരെ മാതൃകാപരമായി ജനങ്ങളോട് പെരുമാറാനും ഭരിക്കാനും കഴിയുമെന്ന് തെളിയിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിൻ്റെ അലയടികളുണ്ടാകും. നിയമസഭാ തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരം കോർപ്പറേഷന് 3 അസംബ്ലി മണ്ഡലങ്ങളുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ BJPക്ക് ജയിക്കാൻ കഴിയുന്ന നിരവധി അസംബ്ലി മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ ഈ കോർപ്പറേഷൻ വിജയം ഒരു ചൂണ്ടുപലകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് വളരെ BJPക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഇതെല്ലാം ഒരു ഘടകമായിരിക്കും തന്നെ ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാനത്തെ BJPയെ സംബന്ധിച്ച് വലിയ ശ്രദ്ധ വയ്ക്കുന്നുണ്ട്. അതിനനുസൃതമായി മറ്റ് വേറെ താല്പര്യങ്ങളില്ലാത്ത നല്ല തരത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ മാതൃകാപരമായി നയിക്കാൻ കഴിയുന്ന തരത്തിൽ ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന പ്രസിഡൻ്റായി രാജീവ് ചന്ദ്രശേഖർജിയെ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുൻകൈയെടുത്ത പ്രവർത്തനമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പോൾ പിടിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു വിഷനുള്ള ആളാണ്. വലിയ രാഷ്ട്രീയക്കാരൻ്റെ ജാടകളൊന്നും ഇല്ലാതെ ഒരു നല്ല അക്കാഡമിക് തലത്തിലും അതുപോലെ തന്നെ നല്ല എൻജിനീയറിംഗ് വൈദഗ്ധ്യവും നല്ല മാനേജ്മെൻറ്റ് വൈദഗ്ധ്യവുമെല്ലാമുള്ള നല്ല മിടുക്കനായ ഒരു സംസ്ഥാന പ്രസിഡൻറ്റിനെ ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് കേരളത്തിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിക്ക് വളർച്ചയ്ക്ക് സഹായമാകുമെന്നാണ് എൻ്റെ വിശ്വാസം.